തിരുമല വാർഡ് കൗൺസിലർ അനിലിന്റെ മരണത്തിൽ CPM രാഷ്ട്രീയം കളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് BJP സെൻട്രൽ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. അനിലിന്റെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേടും ഉണ്ടായിരുന്നില്ല. 2024 വരെ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെട്ട സഹകരണ സംഘമാണ്. ആശങ്കകൾ പരിഹരിക്കാൻ BJP നേതൃത്വം ഇടപെട്ടിരുന്നു. ലോൺ എടുത്ത ആളുകളിൽ നിന്നും തിരിച്ചടവ് ഉറപ്പുവരുത്താനും നേതൃത്വം ഇടപെട്ടു. അനിൽ ജനപ്രിയനാണ്, ജനങ്ങളുടെ ഏറ്റവും നല്ല നേതാവാണ്. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് വളർന്ന് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വരെ എത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്കുമായി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ക്രമക്കേട് നടന്നിട്ടില്ല. വ്യക്തമായ രേഖകൾ എൻ്റെ കാണിച്ചിട്ടുണ്ട്. 2024 വരെ ഓഡിറ്റിംഗ് കറക്റ്റായിരുന്നു. 25 ഓഡിറ്റിംഗ് നടക്കാൻ പോണതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ പ്രശ്നം വന്നു. കാരണം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം അദ്ദേഹത്തെ ബാധിക്കുമോ എന്നുള്ള സംശയവും ഒരു പേടിയുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റേഴ്സിനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു നിർത്തിയിരുന്നു. ലോൺ അടയ്ക്കേണ്ട ആൾക്കാരെ ലോൺ തിരിച്ചടവിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. അതെല്ലാം അദ്ദേഹം നല്ലതുപോലെ അറിയാം. ഈ വ്യാജ പ്രചരണം നടത്തുന്നത് വളരെ ദൗർഭാഗ്യമാണ്. പ്രജിത് മോഹൻ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. പ്രജിത്ത്, ഈ തിരുമല അനിലിൻ്റെ മരണം തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തീരാനഷ്ടമാണ്. പ്രത്യേകിച്ച് BJP സംഘപരിവാർ സംഘടനകൾക്കുമൊക്കെ അത് വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഈ കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നാടകങ്ങൾ CPMൻ്റെയും മറ്റും നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നുവല്ലോ. അതിനുള്ള മറുപടിയാണോ കരമന ജയൻ നൽകിയിരിക്കുന്നത്? പ്രജിത്ത്, ഗൗതം, കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായി പിന്നാലെ ചില രീതിയിലുള്ള ആരോപണങ്ങൾ, ചില മാധ്യമങ്ങളിലൂടെയൊക്കെ ചില ക്രമക്കേടുകളൊക്കെ നടന്നു എന്ന രീതിയിലേക്കുള്ള ചില വ്യാജ വാർത്തകളുമൊക്കെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. തിരുമല അനിൽ എന്ന് പറയുന്നത് വർഷങ്ങളുടെ പ്രവർത്തന പരിചയം തലസ്ഥാന ജില്ലയിലുള്ള ഒരാളാണ്. അദ്ദേഹം നേരത്തെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പല വിധമായ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള ചുമതലകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം BJPയുടെ പ്രവർത്തനത്തിലേക്ക് വരുന്നതും പൊതുസമൂഹത്തിലിറങ്ങി അദ്ദേഹം 2 തവണ ഇപ്പോൾ മെമ്പറായിട്ടുള്ള ആളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം തൃക്കണ്ണാപുരം വാർഡിലും ഇപ്പോൾ തിരുമല വാർഡിലും മെമ്പറായിരിക്കുന്ന ആളാണ്. അപ്പോൾ അത്രയും പാരമ്പര്യമുള്ള ഒരു ജനകീയനായിട്ടുള്ള പ്രവർത്തകനാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് എവിടെ മത്സരിച്ചാലും ജയിക്കാനൊക്കെയുള്ള ശേഷിയുള്ള ഒരാൾ എന്ന നിലയിലൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരാളാണ്. ഈ പറയുന്ന രീതിയിൽ വളരെ പ്രാദേശികമായ തലത്തിൽ നിന്ന് ഉയർന്നു വന്ന BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റ് വരെയൊക്കെ എത്തിയ ഒരാളുമാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നിലവിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്ന ഒന്ന്, ഈ ബാങ്കിന് ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നം വന്നാൽ തന്നെ, സാമ്പത്തികമായുള്ള പ്രതിസന്ധി വന്നാൽ തന്നെ അത് പരിഹരിക്കുന്നതിനുള്ള ആസ്തികൾ പോലുമുള്ളൊരു സുരക്ഷിതമായ സംവിധാനമുള്ളൊരു ബാങ്കാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ക്രമക്കേടുകൾ ഇക്കാലം വരെ നടന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. 2024 വരെ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി അതിൻ്റെ രേഖകളടക്കം കൈവശമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ 2025 ഓഡിറ്റ് നടക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. അപ്പോഴും ഈ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് തികച്ചും രാഷ്ട്രീയമാണ് എന്നുള്ള നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അത്തരമൊരു സമീപനം സ്വീകരിക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രത്യേകിച്ച് ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു ചർച്ച വന്ന സമയത്ത് ചില ആശങ്കകൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്നൊരു വാർത്ത വരികയാണെങ്കിൽ, പെട്ടെന്നൊരു പ്രശ്നം വരികയാണെങ്കിൽ, ആളുകൾ പണം തിരിച്ചു നൽകാതെ വന്നാൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അവർ പണം നൽകിയിട്ടുള്ള ആളുകൾ അവർ പണം മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടില്ല. അങ്ങനെയുള്ള ചില ആശങ്കകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ബാങ്കിൽ ഇപ്പോൾ FD അടക്കമിട്ടിട്ടുള്ള അങ്ങനെ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ നേരിട്ട് BJPയുടെ ജില്ലാ നേതൃത്വം സംസാരിക്കുകയും ഈ ബാങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്തുകയും അവർ അനിലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ഒക്കെ ചെയ്താണ്. അതോടൊപ്പം തന്നെ ഈ പണം എടുത്തിട്ട്, അതായത് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാനുള്ള ആളുകളെ പലരെയും BJP നേതൃത്വം സമീപിക്കുകയും അവർ എത്രയും പെട്ടെന്ന് ഈ പണമൊക്കെ തിരിച്ചു നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കി വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അനിലിനെ ബാധിച്ചതായി BJP ജില്ലാ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് ഒരു അഭിമാന പ്രശ്നമുള്ള ഒരാളായിരുന്നു. ഇത്തരത്തിൽ മറ്റ് സഹകരണ സംഘങ്ങളെ പറ്റി കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെ പറ്റിയും വരുമോ, താനൊരു ജനപ്രതിനിധിയാണ്, അപ്പോൾ ആ രീതിയിലുള്ളൊരു നാണക്കേട് തനിക്കുണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഒരു അഭിമാന പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് BJP നേതൃത്വം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ നവമാധ്യമങ്ങളൊക്കെ വളരെ മോശം രീതിയിലുള്ള പ്രചാരണം ഈ CPM സൈബർ ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരാൾ മരിച്ചു, അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരമുള്ളൊരു മോശം പ്രചരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യവും CPM സൈബർ ഹാൻഡിലുകളും CPM നേതാക്കളും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഭാഗം മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി എടുത്ു പറയേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിശദീകരണവുമായി BJP ജില്ലാ നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നതും. ഗൗതം, തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPMും ചില മാധ്യമങ്ങളും ഉയർത്തിവിടുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് പാർട്ടി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കരമന ജയൻ വ്യക്തമാക്കി.
ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ പങ്കുവച്ചത്.